നമ്മുടെ നാടിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ്. കുറച്ച് നേരത്തെ ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടിരുന്നു. എന്തോ ശബരിമല പൊളിച്ച് കളഞ്ഞ് വേശ്യാലയം നോക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് CPM പ്രവർത്തകൻ ഇട്ടെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പോസ്റ്റ് ഇൻസ്റ്റയിൽ വന്നത്. ആ ഇൻസ്റ്റയിൽ വന്ന സമയത്ത് ഞാനത് എടുത്ത് ഞാനെന്ത് ചെയ്തു, വാട്സപ്പിൽ എൻ്റെ സ്റ്റാറ്റസ് ഇട്ടു. കുറച്ച് പേരത് കണ്ടു. എൻ്റെ കുറേ സുഹൃത്തുക്കൾ എനിക്കതിന് റിപ്ലൈ തന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ പേരിങ്ങനെ പറഞ്ഞു, ഇതിങ്ങനെ എന്നാണ് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ, അതിൽ ഒരാൾ മാത്രമല്ല. അതായത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ സംഘിപ്പട്ടം ചാർത്തി തരുന്ന ഒരു ലെവലിലേക്ക് എത്തി. അതായത് നമ്മൾ അവരോടൊപ്പം ചേർന്ന് നിന്നാൽ, അതായത് ഒരു മുസ്ലിം ജനതയോട് ചേർന്ന് നിന്നാൽ മതേതരത്വവും, അമ്പലങ്ങളുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ വർഗീയത, അല്ലെ ഹിന്ദുക്കളുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ വർഗീയത എന്നുള്ള ആ ഒരു ടോണിലാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ പലരും പറഞ്ഞിട്ടുണ്ട്. അതായത് ടിപ്പു സുൽത്താൻ വരെ പറഞ്ഞിട്ടുണ്ട്. അതായത് പത്മനാഭസ്വാമി എടുത്ത് പത്മതീർത്ഥ കുളത്തിലെറിയും, പത്മനാഭൻ കിടക്കുന്ന ആ സ്ഥലം ഞാൻ എൻ്റെ കുതിരാലയമാക്കും, കൊടിമരത്തിൽ ഞാൻ എൻ്റെ കുതിരയെ കെട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെയാണ്. എന്തിനാണ് വർഗീയം പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ശബരിമലയിൽ കാണിക്കുന്ന കള്ളത്തരങ്ങളും കൊള്ളയും ഇതെല്ലാം ചോറ് എന്ന് പറയുന്ന സാധനം ഭക്ഷിക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നും അവിടെ എന്തൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. നോക്കിക്കഴിഞ്ഞാൽ പഹൽഗാം, മതം പറയരുത്, മതം പറയാൻ പാടില്ല, വർഗീയതയാണെന്ന് പറയുമ്പോൾ പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് മതം നോക്കി തന്നെയാണ് അവർ കൊന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഏതൊരു ശിവക്ഷേത്രം എന്താണ് നഗരസഭയുടെ റോഡിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് വന്ന് അടച്ചിട്ട് പോയി. ചോദിച്ചപ്പോൾ SDPI ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ഹിന്ദു ആയിട്ട് ജീവിക്കണമെങ്കിൽ വലിയ പാടാണ് എന്നുള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അതിന് ഇവിടെ ചുക്കാൻ പിടിക്കുന്നത് ആരാണെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇതൊരു ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കൂട്ടിച്ചേർത്ത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ട്. കാരണം പണ്ടൊക്കെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇല്ലാതിരുന്നത് കൊണ്ട് പലതും തേഞ്ഞു മാഞ്ഞൊക്കെ പോയി. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്, നമ്മുടെ കൈവെള്ളയിൽ തന്നെ കാര്യങ്ങളുണ്ട് എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്. ഇപ്പോൾ ഞാനൊരു ഹിന്ദു മതത്തിൽപ്പെട്ട ആളാണ്. അപ്പം എനിക്ക് തന്നെ ഇവിടെ ജീവിക്കണമെങ്കിൽ എന്താണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രം പൊളിച്ച് കളഞ്ഞ് കളിസ്ഥലമാക്കണം എന്ന് പറയുന്നത് മതേതരത്വം. പള്ളി പൊളിക്കില്ല. അവിടുത്തെ കണക്കും കാര്യങ്ങളും ഒന്നും ആർക്കും അറിയണ്ട. അത് ക്രിസ്ത്യൻ പള്ളിയുടെ ആയാലും ശരി, മുസ്ലിം പള്ളിയുടെ ആയാലും ശരി. പക്ഷെ ഒരു ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൽ എത്ര വരവ് കണക്കുകൾ വരുന്നുണ്ട്, അത് നോക്കണം, അതെടുത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് നമ്മൾക്കിതെല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മളിതിലൊക്കെ കണ്ടങ്ങ് പോവുമായിരിക്കും. പക്ഷേ എങ്കിലും ഒന്ന് പറയാം, ഭയങ്കര ഒരു പ്രശ്നം പിടിച്ച സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിന് ഒരു ബോംബ് ഭീഷണി ഉണ്ടായി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ പൊളിക്കും, ഇല്ലെങ്കിൽ ഇത് ചെയ്യുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഭീഷണി ഉണ്ടായി. എന്തെല്ലാം അതൊക്കെ മതേതരത്വമാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ അതൊക്കെ മതേതരത്വമാണ്. നമ്മൾ പറയാൻ പാടില്ല, നമ്മൾ ഒന്നും പറയരുത്, നമ്മളങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. അത് കേട്ടുകൊണ്ടിരുന്നാൽ നമ്മൾ മതേതരനാണ്, ഇല്ലെങ്കിൽ നമ്മൾ സംഘിയാണ്.
അല്ലെങ്കിൽ നമ്മൾ സംഘിയാണ്, ഹിന്ദു എന്ന് പോലും പറയില്ല, സംഘിയാണ്. കഷ്ടം തന്നെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് തന്നെ അറിയില്ല. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ മണിപ്പൂർ വിഷയം എടുത്തിടും. കേരളത്തിലെ കാര്യങ്ങളൊന്നും അറിയണ്ട, കേരളത്തിൽ എന്ത് നടക്കുന്നു എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൽ അറിയണം. നല്ല സംഭവമാണ്. അതായത് ഏതൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള ആ ഒരു ഇത് തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും നടക്കട്ടെ. ഏതുവരെ പോകുമെന്ന് നമുക്ക് കാണാം. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കാണാം, ഇല്ലെങ്കിൽ ഓക്കെ.